എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരുപാട് ആൾക്കാർ ഈ ശത്രുക്കൾ നശിച്ചു പോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഈ നമ്മൾ അവരിലുള്ള ആ ഒരു ശത്രുത്വം അല്ലെങ്കിൽ ആ ഒരു ശത്രുവിന് നാശം വരട്ടെ അല്ലെങ്കിൽ അവൻ നശിച്ചു പോട്ടെ എന്ന് ആഗ്രഹിച്ചിട്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരോട് എനിക്ക് പറയാനുള്ളതെന്നറിയോ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു തീരുമാനം ചിലപ്പോൾ ശരിയാവണമെന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുകയാണ് ഇന്ന ഒരാളാണ് എനിക്ക് ശത്രു, അല്ലെങ്കിൽ അയാൾ എനിക്കെതിരായിട്ടൊരു മാന്ത്രികം ചെയ്തു. ചിലപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. പക്ഷെ അത് കറക്റ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അയാൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ, അല്ലേ? അപ്പോൾ അയാൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരാൾ ശത്രുവായിട്ട് നിങ്ങൾ കാണുന്നു. നിങ്ങളുടെ അയാളുള്ള ദേഷ്യം വരുന്നു, അല്ലേ? എന്നാൽ പിന്നെ ഒരു മറുപടി കൊടുത്തേക്കാം എന്ന് വെച്ചിട്ട് അയാൾ ചെയ്ത് അതേപോലെ തന്നെ പരിപാടി നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും കൂട്ടത്തിൽ, അല്ലേ? പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങൾ കർമ്മം ഉണ്ടാക്കിയത് അയാൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി അയാൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും, അയാളിലേക്ക് ചെയ്തേക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ അയാളും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? അയാൾ ഈ പ്രകൃതിയുടെ പുസ്തകത്തിൽ അയാളുടെ പേരെഴുതി ചേർത്ത് അയാൾ കർമ്മം ഉണ്ടാക്കി, നിങ്ങളും കർമ്മം ഉണ്ടാക്കും, അല്ലേ? രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്നെ ഉപദ്രവിച്ച ആളെ ഞാൻ വെറുതെ വിടണമെന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് വേണ്ടത്. നമ്മൾ പഠിക്കേണ്ടത് ഈ സ്പിരിച്വാലിറ്റിയുടെ ലെസൺസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. നമ്മൾ മറക്കാനും ക്ഷമിക്കാനും പഠിക്കണം. നമ്മൾ ആ ഒരു പഠനമാണ് സ്പിരിച്വാലിറ്റി. നമ്മൾ യേശുക്രിസ്തു പറഞ്ഞിട്ടില്ലേ, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കും, അല്ലേ? എത്ര വലിയ വാചകങ്ങളാണത്. അപ്പോൾ അതേപോലെ കുറേ വാചകങ്ങളുണ്ട്. പുള്ളിൻ്റെ ഞാൻ ഈ മതിലുമ്പിലൊക്കെ കാണാം എപ്പോഴും ഈ യേശുക്രിസ്തു എഴുതി വെച്ചേക്കുന്ന വാചകങ്ങൾ. അപ്പോൾ ഞാനിങ്ങനെ വണ്ടി നിർത്തി വായിക്കാറുണ്ട്. പണ്ടൊക്കെ ഞാൻ വിചാരിക്കുവേ യേശുക്രിസ്തു നേരെ പണിയൊന്നുമില്ല, ഇങ്ങനെ ചുമ്മാ വെറുതെ എഴുതി വെച്ചേക്കണത് പണ്ട് ചെറുപ്പത്തിലൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ വാചകങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ സാധനം നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഇങ്ങനെ ഉള്ളിലോട്ട് കയറി വരും. എത്രത്തോളം നല്ല നല്ല വാചകങ്ങളാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അതുപോലെ ഓരോ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ യേശുക്രിസ്തു മാത്രമൊന്നുമല്ല, പലരും പറഞ്ഞിട്ടുണ്ട്, വലിയ വലിയ മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ വാചകങ്ങൾ ഇപ്പോൾ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണത്. മനസ്സിലാക്കാനും നമുക്കൊരു പരിജ്ഞാനം ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വാശിയും വൈരാഗ്യമൊക്കെ കളയുക മനസ്സിൽ. അതൊക്കെ കളഞ്ഞിട്ട് നിങ്ങളോട് തെറ്റ് ചെയ്തവനോട് ക്ഷമിക്കാനും പൊറുക്കാനും നിങ്ങൾ പഠിക്കണം. അതാണ് ഏറ്റവും വലിയ നന്മ, ഏറ്റവും വലിയ നിങ്ങളുടെ ലൈഫിലുള്ള സോളിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. പണ്ട് എന്നെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഉണ്ട്, എനിക്കറിയാവുന്ന ആൾക്കാരാണ്, ശക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. പക്ഷേ അന്നൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ അവർ വരുന്നവരോട് ആ ഒരു പ്രായത്തിൽ. പക്ഷേ ഇപ്പോൾ അവരെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു സന്തോഷം, ഒരു ചിരി. അയാൾ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ച് എന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുറേ ലെസൺസ് എനിക്ക് തന്നു. എന്താണ് ഒരു മനുഷ്യനിവിടെ ജന്മം എടുത്താൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, ഇതെല്ലാം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ ഒരാൾ വന്ന് നിങ്ങളെ പറ്റിക്കും, എന്തെങ്കിലുമൊക്കെ കാണിച്ച് നിങ്ങളുള്ള കാശ് മേടിച്ചെടുക്കാനും ഒക്കെ പലതൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നമ്മുടെ അടുത്ത ആൾക്കാർ അങ്ങനത്തെ ആൾക്കാർ വന്ന് ഇടയ്ക്കിടയ്ക്ക് പെടാറുണ്ട്. പക്ഷേ എനിക്കത് മനസ്സിലാവും ഇന്നതാണ് സംഭവിക്കണമെന്നുള്ളത്. അപ്പോൾ അവൻ്റെ കർമ്മം ഉണ്ടായിക്കോട്ടെ, നമ്മൾ അനങ്ങാതിരിക്കുക, എല്ലാം കണ്ട് ചിരിച്ച് അവിടെയൊക്കെ ഇരിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ തിരിച്ച് നമ്മൾ അയാളോട് റിവെഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അയാളെ തിരിച്ച് ഉപദ്രവിക്കുകയോ അതല്ല, അതൊരിക്കലും ന്യായമല്ല. കാരണം ഈ പറയുന്ന നിങ്ങൾ തന്നെ, ഈ ചിന്തിക്കുന്ന നിങ്ങൾ തന്നെ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരാൾ വന്നിട്ട്, ഒരാൾ കാലില്ലാത്ത ആൾ, കണ്ണില്ലാത്ത ആൾ, അല്ലെങ്കിൽ ഒരു രോഗിയായിട്ട് കിടക്കുന്ന ആളുടെ വീട്ടിൽ കാണാൻ പോകുന്നു, അവന് വേണ്ടി സഹായം ചെയ്യുന്നു, അല്ലേ? ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ? ആ വ്യക്തി ഇതേപോലത്തെ ഉള്ള ദ്രോഹങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തതിൻ്റെ കർമ്മഫലമാണ് അനുഭവിക്കുന്നത്. കണ്ണില്ലാണ്ടും കാലില്ലാണ്ടും അല്ലെങ്കിൽ രോഗിയായിട്ടൊക്കെ കിടക്കുന്നതൊക്കെ എന്താണെന്ന് വെച്ചിട്ടാണ് അപ്പോൾ പാസ്റ്റ് ലൈഫിൽ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് അനുഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവനോട് ഒരിക്കലും നമുക്ക് ഒരു ദാക്ഷിണ്യവും ഒരു ദയവും നമുക്ക് തോന്നില്ല, അല്ലേ? പക്ഷെ നമ്മളുടെ മനസ്സിൽ നന്മയുള്ളതുകൊണ്ടല്ലേ നമുക്ക് അങ്ങനെയുള്ളവരടുത്ത് നമ്മൾ പോയിട്ട് സഹായിക്കുന്നത്, അല്ലേ? എന്നാലോചിച്ച് നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്. അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കുന്ന ശത്രുവിനോട് അതുപോലെ കണ്ടുകൂടാ, ചിന്തിച്ചുകൂടാ?
അയാൾക്ക് നന്മ വരുത്തട്ടെ, വരണമേ, അല്ലെങ്കിൽ അയാളുടെ ചിന്തകൾ മാറി അയാൾ നന്നാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം അല്ലേ, ദൈവത്തിനോട് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ദേവിനോടോ കൃഷ്ണനോടോ പ്രാർത്ഥിക്കാം. അപ്പം നിങ്ങൾ ഒരു കർമ്മത്തിൽ നിന്ന് ഒഴിവായി, നിങ്ങൾക്ക് ആ കർമ്മം വരുന്നില്ല, നിങ്ങളുണ്ടാക്കുന്ന കർമ്മം അവിടെ കിട്ടുന്നില്ല, നിങ്ങൾ രക്ഷപ്പെട്ട്. അതാണ് ഒറ്റവാക്യം പറഞ്ഞു കഴിഞ്ഞാൽ. അയാൾക്ക് പ്രകൃതി കൊടുത്തോളും, അയാൾക്കുള്ള ശിക്ഷ പ്രകൃതി കൊടുക്കട്ടെ, അങ്ങനെ നിങ്ങൾ വിചാരിക്കുക. ഇത് എൻ്റെ അടുത്ത് വരുന്ന പല ക്ലയൻറ്റുകളും ഇതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, അവനെ ഞാൻ ശരിയായി കളയും, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നല്ല. ആദ്യകാലങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ റീഡിങ് പരിപാടി ഞാൻ നിർത്തി. ഒരു ശത്രുബാധ വന്നു കഴിഞ്ഞാൽ ഈ ശത്രു എവിടെ നിന്ന് വന്നു, ആരാണ്, എന്താണ് എന്നുള്ള കാര്യങ്ങൾ അത് റീഡ് ചെയ്യാനൊക്കെ എനിക്ക് പറ്റും, പറ്റായിക്കൊന്നുമില്ല. പക്ഷേ ഞാൻ റീഡിങ് നിർത്തി, ടോട്ടലി നിർത്തി. കാരണം ഭയങ്കര അപകടമാണ്. നമ്മളിത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലോട്ട് ശത്രുത്വം കയറി, അവനെ ശത്രുവായിട്ട് കണക്കാക്കുന്നു. പിന്നെ എപ്പോഴും അവനെ കാണുമ്പോൾ ഈ സാധനം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കും, ഈ ശത്രുത്വം അവൻ്റെ ഉള്ളിൽ മനസ്സിനെ കേടാവുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ റീഡിങ് പരിപാടി ഞാനിപ്പോൾ ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ആളുകൾ റീഡിങ്ങിന് വരാറുണ്ട്, ഞാൻ അത് ചെയ്യാറില്ല. റീഡിങ്ങിൻ്റെ പരിപാടി നിർത്തി. ഇതുകൊണ്ടാണ്. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ചും കൂടി ഒരു ഹയർ ലെവലിൽ ഉള്ള ചിന്തകളിലേക്ക് നിങ്ങൾ വരണം. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.